ഞാൻ എന്ത് ചെയ്യും മോളെ? മനുഷ്യന് എഴുതാന്ന് അറിയാവുന്നതിന്റെ വഴി കൊടുത്തില്ല. ബിഗ് ബോസ് ഹൗസാണ് അറിയാൻ പറ്റുന്ന അവസ്ഥ. ഹലോ ഗായ്സ്, പണ്ടത്തെ ഓടി വാവോളെ. ജിൻഡോ കാക്ക, യെസ് ജിൻഡോ കാക്ക is here guys. ഹായ് ജിൻഡോ ബ്രോ ഫാൻസാ, സുഖാണോ? നമുക്ക് പൊളിക്കണ്ടേ? നമുക്ക് പുറത്തൊരു ബിഗ് ബോസ് കളിച്ചാലോ? ജിൻഡോ മിസ്സിംഗ് യു ഓൺ സ്ക്രീൻ. ബ്രോയുടെ ഒരു ഇന്റർവ്യൂ തരാവോ? തരാലോ, ചോദിച്ചോ, പറഞ്ഞോളൂ. ഇങ്ങോട്ട് നോക്ക് ജിൻഡോ കാക്ക. ജിൻഡോ കാക്ക മൈൻഡ് ചെയ്യണില്ലല്ലോ. ഇത്ര മൈൻഡ് ചെയ്താൽ മതിയോ? ഇന്റർവ്യൂ എവിടെ? ഇന്റർവ്യൂ ഒക്കെ വരും. ചോദിക്കൂ. നിങ്ങളാണ് ചോദിക്കേണ്ടത്, മീഡിയാസ് അല്ല. നിങ്ങൾ ചോദിക്കൂ, നമ്മൾ എന്തും പറയും. ബിഗ് ബോസിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനും ഒരു ജിൻഡോ ആണ്, ജിൻഡോ ജിൻസിൻ. ഹായ് ജിൻഡോ. ജിൻഡോ ചേട്ടാ ഫ്രം അയർലാൻഡ് ഫാൻസ്. യാ, മനീഷ വരുന്നുണ്ട് അയർലാൻഡിലേക്ക്. മനീഷ, എന്റെ നെയിം പറയോ പ്ലീസ്? മനുഷ്യക്കുട്ടി. ഉത്തര നിലവിൽ എവിടെയാണ്? ഉത്തര കമൽ. നിലവിൽ ഞങ്ങൾ ഇവിടെയാണ്. ഉത്തരക്കുട്ടി കാലടിയുടെ മുത്ത്. കാലടിയുടെ ചങ്കാണ്, ചങ്ക്. അപ്ലൈ ചെയ്യ് പൊളിക്കേ. അമേരിക്കയിലും ഫാൻസ് ഉണ്ട്. ഹായ്, ഞാൻ വരുന്നുണ്ട് അമേരിക്കക്ക്. അവിടുന്ന് കേട്ടണേ. ജിൻഡോ ഫാൻസ് ഫ്രം കാലടി. ഹായ് ജിൻഡോ ചേട്ടാ, മൈ നെയിം ഇസ് നിഖിൽ. ഹായ് നിഖിലേ. നിങ്ങൾ ഇരുട്ടത്ത് വന്നിട്ടാണോ വരുന്നത്? ഇരുട്ടത്തേക്കാണോ? വരൂ. ഹലോ ഹലോ, നേരത്തെ വരുന്നു. ഹായ്, കട്ടയാവോ? അടുത്ത ആൾക്കാര് ഷൈനിങ് ബാക്കിയുണ്ടോ? നമുക്കൊരു 7-8 മണി. ഇത് പുള്ളിയുടെ ഒപ്പം പുള്ളിയുടെ ഒപ്പം പോവാം. പുള്ളിയുടെ ഒപ്പം പോവാം. സോഞ്ചേട്ടൻ്റെ കൂടെ പോവാം. ഹലോ ഹലോ, ആരാണ്? ഹലോ, ഹായ്. ഫേസ് കാണിക്ക്. ഹലോ, ഫേസ് കാണിക്കുന്ന ഹായ്. ഇത്രയും കാണിക്കില്ല. എവിടെയാ സ്ഥലം? എവിടെയാ? എറണാകുളം. എവിടെ സ്ഥലം? അല്ല, വളരെ സന്തോഷമുണ്ട് ആഡാക്കിയന്. എവിടെ സ്ഥലം? എവിടെയാ? ഹലോ, എവിടെ സ്ഥലം? എവിടെയാ? ഇല്ല, നിങ്ങൾ ആരാന്ന് പറയും.
ഹായ് ജിൻഡോ ബ്രോ. ഇവിടെ സ്ഥലം ഇവിടെ നിന്നൊക്കെ. ഹലോ ഹലോ ഹലോ. ഹായ്. ഇവൻ നമ്മൾ ഹലോ, തുടക്കം ഇതൊരു പയ്യനാണ്. സുഖാണോ? സുഖാണോ? ചായ കുടിക്കാം. ഇവന് കുഞ്ഞെനിച്ചപ്പോ നമുക്കാണ് ആദ്യം മെസ്സേജ് വന്നത് കുഞ്ഞെനിച്ചു. അതല്ലേ. ഇതിന് എത്ര മാസമായിടാ? എന്താ? 2 ആഴ്ച. കൊച്ചിന് എത്ര ആഴ്ച? 2 ആഴ്ചയിലായുള്ളൂ. 2 ആഴ്ചയായുള്ളൂ. ഹാപ്പി അല്ല അപ്പനായിട്ട്? ഓ ഹാപ്പി ഹാപ്പി. നിനക്ക് എന്താ ചോദിക്കാനുള്ളത് ഇതിന്റെ അപ്പനായിട്ട്? ഓ സുഖമായിട്ടിരിക്കുന്നു ബ്രോ. നിങ്ങളെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വയ്യണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് എനിക്ക് നിൽക്കുന്നുള്ളൂ. പനിയുണ്ട്. ഹായ് వచ్చుడు కంచరా సుంజురుమోడు పొందిసే వచ్చేసి ഹായ്. തൊപ്പിൽ ലൈവിലുണ്ടല്ലോ. തൊപ്പിയുടെ ലൈവ് വേറെ. വൈകുന്നേരം ലവ് യു. ലവ് യു ടു. ഹായ് ഹായ് ഹായ്. ജിത്തു ചേട്ടാ മൈൻഡ് ആക്കുമ്പോ ബിഗ് ഫാൻ. ഹായ് കാലിക്കറ്റ് നന്ദു. ഹായ് ഹായ് നന്ദു. ഹായ് നന്ദു. ഹായ്. ആരാണ്? മാണിക്യമംഗലത്ത് സ്വീകരണം എങ്ങനെ ഉണ്ടായി? പൊളി പൊളി. വേറെ ലെവൽ. ലെവൽ. വീട്ടിൽ കയറ്റിയില്ല. നാട്ടുകാർ തന്നെ വേറെ ലെവലാക്കി. വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സ്വീകരണം. ഒരുപാട് ആൾക്കാരല്ലേ? ഒരുപാട് ആൾക്കാർ മഴയത്തും. ഇത്രയും സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിയണേ. ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെ. കാരണം പോലീസ് വന്നിട്ടുള്ള അവര് മാറിയില്ല. സത്യം. നിങ്ങളാരാ? ഞാൻ ജിൻഡോ. കിടു ഡയലോഗ്. നിങ്ങളാരാ? ജിൻഡോ. ആദിത്യ. ജിൻഡോ ചേട്ടന്റെ നെയിം ഒന്ന് പറയോ? ബിഗ് ഫാൻ. ആദിത്യ ഹായ്. ബിഗ് ബോസ് പുലി ജിൻഡോ ചേട്ടൻ. മാണിക്യമംഗലം പവർ. ബ്രോ മെസ്സിയോ റൊണാൾഡോ? ആരാണ്? മെസ്സിയാണോ റൊണാൾഡോ ആണോ? സച്ചിൻ. രണ്ടുപേരും ഇഷ്ടം. രണ്ടുപേരും. ജിൻഡപ്പൻ ഹാർഡ് കോർ ഫാൻ ഓഫ് ബോത്ത് ലെജൻഡ്സ്. അഭിഷേക് ജയദീപ്. റൊണാൾഡോ വന്നപ്പോഴല്ലേ മെസ്സി വന്നുള്ളൂ അല്ലേ? അബി കം. ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. തൊപ്പിയുടെ ലൈവ് വരുന്നില്ല. വരുന്നുണ്ട് ബ്രോ 9 മണിക്ക്. ചേട്ടാ മെസ്സേജ് വായിക്കാൻ പറ്റുന്നുണ്ട് കന്നഡ വെക്കാൻ.
കണ്ണട നിങ്ങളല്ലേ എന്റെ കണ്ണട. കപ്പൊന്ന് കാണിച്ചു തരുമ്പോ എന്റെ ഒരു ആഗ്രഹമാണ്. പിടി. കപ്പെടുത്തിട്ടാ ഈ കപ്പല്ലോ ഉദ്ദേശിച്ചേ? കപ്പ് കപ്പ് മക്കൾ കപ്പ് അല്ലേ? ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട്. നിങ്ങളുടെ കപ്പല്ലേ? ഹായ് ഹായ്. കണ്ണെടുത്തതാ കണ്ണെടുത്തതാ. നമ്മുടെ യെസ് മുത്തേ. കപ്പൊന്ന് കാണിച്ചു തരുമ്പോ എന്റെ ആഗ്രഹമാണ്. ജിൻഡപ്പൻ ഫാൻ ഫ്രം ഫോട്ടോ കൊച്ചി. ഹായ് ഹായ്. കോഴിയുടെ ആൻസർ പറഞ്ഞില്ലല്ലോ. ലാലേട്ടൻ പറഞ്ഞല്ലോ. ലാലേട്ടൻ പറഞ്ഞല്ലോ ആൻസർ. ആൻസർ എന്താ മനസ്സിലായില്ല? നിങ്ങള് 5 കോഴീനെ വെച്ചിട്ട് 5 കൂടിലിടാം. അപ്പൊ 25 കോഴിയായില്ലേ? എന്നിട്ട് വലിയൊരു കൂട് കൊണ്ടിട്ട് ആ കൂട് മൊത്തം ആ മറ്റേ കൂടിനുള്ളിലാക്കിയാൽ മതി. അപ്പൊ അവിടെ 25 ആയി. അപ്പൊ 6 കൂടിലല്ലേ? ലാലേട്ടൻ പറഞ്ഞല്ലോ ബ്രില്യന്റ് ആൻസർ. മാണിക്കക്കല്ലേ മുന്തിരിച്ചാറെ ജിൻഡപ്പൻ. അമ്മ ഹാപ്പി ആണോന്ന്? അമ്മ ഹാപ്പിയാണ്. കോട്ടയം വരുന്നുണ്ടോ? യെസ് വരുന്നുണ്ട്. ആ അത് ജിൻഡപ്പ തമിഴ്നാട്ടിൽ നിങ്ങളുടെ ആരാധകർക്ക് ഒരു ഹായ് തരാൻ പറയുന്നുണ്ട്. അതെ തമിഴ്നാട്ടിലാ. ഹായ് 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 ഹായ്. നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ സീതോടെ, നമ്മുടെ ചങ്ക് കേളാണ്. എന്ത് എന്ത് ജിൻഡപ്പ ഐ ലവ് യു. രേഖ. ലവ് യു ടു രേഖ. സുഹേൽ നമ്മുടെ എപ്പോ വരണം? സുഹേൽ നമുക്ക് കാണാടാ. വയനാട് വരുമോ? വയനാട് വരാം കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ മഴയത്ത് അടിച്ചു വിളിക്കാം. കൊല്ലം ഫാൻസ് മീറ്റ് വേണം. നൂറ. യെസ് വരുന്നുണ്ട് നൂറ. ചിന്നച്ചേട്ടന് കൂടുതൽ ഇഷ്ടമുള്ള ഒരേ ഒരാൾ ഞാനാണ്. അതുൽ കാലിക്കട്ട്. അതുൽ ഹായ് ഹായ്. ഇന്നലത്തെ ലുക്ക് അടിപൊളിയായിരുന്നു. ഇന്ന് വേറെ ലുക്കിൽ വരാം. ഹായ്. നിന്റെ ചേട്ടാ സുഖമാണോ? മണ്ടൻ എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ രാജാവാണ്. യെസ് മണ്ട രാജാവ് അല്ലേ? എന്റെ പേര് സാനിയ. എന്റെ പേരൊന്ന് പറയാമോ ജിൻഡപ്പ?
ഹായ് സാനിയ. സാനിയ സാനിയ സാനിയ. സാനിയ ഹായ്. അച്ചായ അച്ചായൻ ഫാൻസ്. ശ്രീധുവിന്റെ ലൈവിൽ എന്താ പോവാത്ത? വിളിച്ചാ? അറിയില്ല. ഷിതു ഹായ്. ജിൻഡോ മലപ്പുറം വരുമോ? യെസ്, മലപ്പുറം വരും. നിങ്ങൾ വിളിച്ചില്ലല്ലോ. പ്രിയങ്ക എന്റെ കമന്റ് മാത്രം വായിക്കുന്നില്ല. ഹായ് പ്രിയങ്ക. ഹായ്. മണ്ടൻ എന്ന് ഇനി പറയരുതട്ടോ ജിൻഡപ്പ. ഇല്ല, ഞാൻ മണ്ടനാവില്ല. എന്റെ പേര് ശ്രേയ, പറയോ പ്ലീസ്. ഹായ് ശ്രേയ. ഹായ് ശ്രേയ. അനിക നീ പറയോ? അനിക ഹായ്. ഹായ് ഹായ് മുത്തേ ഹായ്. ജിൻഡോ എക്കാലത്തെ ഹീറോ. സുഹേൽ ഫോർ ഫിറ്റ്. താങ്ക് യു സുഹേൽ. ചേട്ടൻ വെളുത്തല്ലോന്ന്. എടുത്തോ? എടാ മൊബൈലിടാ ചുമ്മാ. ഫിൽറ്ററൊക്കെ ഫിൽറ്ററ്. നമ്മുടെ കളറ് മറ്റേ ഇത് തന്നെ. ആ, കരിഞ്ഞ മത്സ്യകന്യകൻ. ഹായ് ഹായ്. പെരുമ്പാവൂർക്കാരെ മൈൻഡ് ചെയ്യണ ജിൻഡപ്പ. പെരുമ്പാവൂർക്കാർ നമ്മുടെ ചങ്കലടാ. റോബിന് ജിൻഡയും ഞങ്ങളുടെ ഹീറോ. യാ റോബിൻ ഹായ്. താങ്ക് യു റോബിൻ. ഫാൻ ഫ്രം ഒമാൻ. ഹായ് ഒമാൻ. ഞാൻ വരുന്നുണ്ട് ഒമാനിലേക്ക്. ജിൻഡോ ചേട്ടാ ഞാൻ വരച്ച ഡ്രോയിങ് കണ്ടായിരുന്നു. ആ കണ്ടു. ഓ സൂപ്പറടാ, പൊളിയായിരുന്നു. അശ്വതി കുറെ മെസ്സേജ് അയച്ചൊന്ന് വായിക്കുക പ്ലീസ്. അശ്വതി. മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അശ്വതി ഹായ് ഹായ്. ജിൻഡോ ചേട്ടൻ ചങ്ങനാശ്ശേരി വരുമോ? ഹലോ. ജിൻഡോ ബ്രോന്റെ നെക്സ്റ്റ് ഡ്രീം എന്താ? നെക്സ്റ്റ് ഡ്രീം ഗേൾസ് നെയിം പറഞ്ഞാലേ ബോയ്സ് കുറെ ആയല്ലോ നെയിം പറഞ്ഞു. ബോയ്സിന്റെ പേര് എവിടെ കാണുന്നില്ല. ഫുൾ ഗേൾസ് ആണ്. എന്റെ പേര് ബിദു എന്ന് പറയാമോ പ്ലീസ്? ഹായ് ബിദുൻ. ഹായ്. മഞ്ഞപ്രക്കാരെ കറക്കല്ലേ? ഹായ് മഞ്ഞപ്പുറ, നമ്മുടെ നാട്ടുകാരല്ലടാ. ജിന്റെ BB ഹൗസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാണ്? ഞാൻ ആ ഹോസ്റ്റൽ മിസ് ചെയ്യണടാ. അല്ലേ ഇനി ഹൈ കൊടുത്താലേ എനിക്ക് വായിക്കുമോ? റോസ്മരിയാന്ന് പറ. ഹായ് റോസ്മരിയ. ഹായ് റോസ്മരിയ. നിന്റെ ചേട്ടൻ ഇല്ല, നമ്മൾ ഒരുമിച്ച് ഉറങ്ങാം. ഫാമിലിക്ക് 20 ബോട്ടിൽ ഞാൻ കൊടുത്തിരുന്നു. പൊളി പൊളി ഡയലോഗ്. എന്നെ ജിമ്മിൽ ചേർക്കോന്ന്. യെസ്, ഫ്രീ അഡ്മിഷൻ. കോട്ടയം വരുമോ ജിന്റെ ചേട്ടാ? വരാട്ടോ, വിളിച്ചാലോ വരാട്ടോ. ബ്ലാക്ക് ഷീറ്റ് ചേട്ടന്റെ പേരെന്താ? സോജൻ ചേട്ടൻ. അച്ചായൻ. അച്ചായൻ. ഹീസ് ആൻ ഹീറോ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഒത്തിരി പ്രാവശ്യം പറഞ്ഞെങ്കിലും എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദിയാണ് ജിൻഡോയ്ക്ക് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട്. എന്തേലുണ്ട്. ഹായ്. ഇല്ല വായിക്കട്ടാ, കണ്ടുപിടിക്കല. ഹായ് ഹായ് ഹായ്. ജിന്റെ കാക്ക മലപ്പുറം. ഫൈസൽ മലപ്പുറം. ഹായ് ഹായ്. ഗേസ് 2 തൊടല് മേടിച്ചാ ഗേസ്. അതായത് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കഴുത്തിൽ തുടലുള്ളതാണ്, ഓണറുണ്ട്, സൂക്ഷിക്കേണ്ട എന്നൊക്കെയുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് തൊടല് മേടിച്ചിട്ട് വന്നു. ജിൻഡോ ബ്രോ ഹായ് തരുമോ? ഞാൻ ഷറഫിയ ഹായ്. രാജി. ജിൻഡോ ചേട്ടാ ആടാക്കിയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയോ. നീ വാ. അബ്ദുൽ കാലിക്കട്ട് നൻപൻ. അബ്ദുൽ കാലിക്കട്ട് നൻപൻ ഇവിടെ. കാണുന്നില്ലല്ലോ. അതുൽ കാലിക്കട്ട് നൻപന ആ കിട്ടി. ഹായ്. എവിടെ നൻപന? എവിടെ? ഹായ് നമ്പൻ. നൻപൻ എവിടെയോ? ഹായ് ഹായ് ഹായ്. കാലിക്കറ്റ്. എടാ ജിൻഡോ ചേട്ടാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാല്
ജിൻജോ ചേട്ടന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ്. ഇത് എല്ലാ എപ്പിസോഡും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. എല്ലാ വോട്ടിന്റെ കാര്യത്തിലും എല്ലാ സപ്പോർട്ട് ഉണ്ട്. ഹായ്. അതുപോലെ വീട്ടുകാരുടെ കാര്യത്തിലും ജിൻജോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. താങ്ക് യു ലവ് യു. ജിൻജോ ചേട്ടൻ ഒരു ദിവസം വീട്ടിൽ വരണം. മീശ പിരിച്ചാലോ? മീശ പിരിച്ച എങ്ങനെ ഉണ്ടാവും ഗേസ്? മീശ പിരിച്ചാലോ? നിശ പിരിച്ചാ പോലെയോ? പിരിച്ചോക്കാം. ഷോ ഇതെന്തത് നല്ലോണോ? ജിൻജോ ചേട്ടാ വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിപ്പോ പുതിയൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്താ വെച്ചാൽ എല്ലാരും കാണണം. എന്താ വെച്ചാല് ഇപ്പൊ ആസിഫ് അലിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അമ്പാ വേറെ ലെവല്. പിന്നെ അതുപോലെ ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു എപ്പിസോഡ് കിട്ടി കോമഡി ദിവസത്തില്. പിന്നെ മറ്റേ ചേട്ടൻ ജിൻഡോ ചേട്ടന്റെ കൂടെ ഉള്ള ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തൊടലിട്ട് നിർത്തിയേക്കാണ്. അതെ, രണ്ടുപേരും മാസാണ്. ഒന്നും പറയാനില്ല. ജിൻഡോ ചേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാവുന്നത്. അവർ രണ്ടുപേരും അടുത്തുള്ള ബിഗ് ബോസ് കയറാൻ ആൾക്കാര്. ഇല്ല, മാസ്ക ബാപ്പ് വരാനുണ്ട് വൈകുന്നേരം 9 മണിക്ക്. തൊപ്പിയോ? വെയിറ്റ് ഫോർ ദ ബ്ലാസ്റ്റ്. മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ. ചെയ്തു. അക്കൗണ്ട് ഒന്ന് പറഞ്ഞേ. ജിൻഡോനെ ഞാൻ ഫോളോ ചെയ്തിന് കേട്ടോ. ജിൻഡോനെ ഞാൻ ഫോളോ ചെയ്തിന് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്. ജിൻഡോ ചേട്ടന് വേണ്ടി ഞാൻ ഒരു വോയിസ് എടുക്കുക. ജനാർദ്ദനന്റെ നമ്മളെ ഗൈസ് ഇപ്പൊ എന്താ വെച്ചാൽ ജിനോ ചേട്ടന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അപ്പൊ ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ടിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. ഓഹോ എടാ ഞാനാടാ ജനാർദ്ദൻ. ഇതൊക്കെയല്ലേ സുഖമാണോ? എടാ അവരുടെ കാലം നല്ല വിളിക്കണ. എന്റെ കാലല്ല അവരുടെ കാല. പൊളി 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 പൊളി. നന്നായിട്ടുണ്ടല്ലോ. ഞാന് ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ കോമഡി ദിവസത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെല്ലണം. എന്തായാലും കുറച്ച് കൊറേ കാര്യങ്ങൾ ഇതാക്കിയിട്ട് വേണം എന്ന് കയറാൻ. എന്റെ ഇപ്പൊ 4ാമത്തെ പടമാണ്. ഹലോ, 4ാമത്തെ പടമാണോ? അതെ, 4ാമത്തെ പടം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഷെയ്ൻ ചേട്ടന്റെ കൂടെയാണ്. ഹാല് പറഞ്ഞ പടം. ഷൈനികത്തിന്റെ കൂടെ കോഴിക്കോട് തന്നെയാണ് ഷൂട്ട് എടുക്കുന്നത്. അതില് ക്യാരക്ടറായിട്ട് റിപ്പോർട്ടറായിട്ട് ചാനൽ റിപ്പോർട്ടറായിട്ടാണ് കിട്ടിയത്. അടിപൊളി. എല്ലാരും വളർന്നു പറ്റേ. നമ്മളറിയണോ? എല്ലാരും വളർന്നു പറ്റേ. ഞാനെന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് ജിൻഡോ ചേട്ടനാണ്. എന്താ വെച്ചാല് ജിൻഡോ ചേട്ടന്റെ എപ്പിസോഡ് കാണുമ്പോ, സത്യം പറയാ, എപ്പിസോഡ് കാണുമ്പോ എന്താ വെച്ചാല് ഭയങ്കര ഫീൽ ആയ ഒരു സ്ഥിതിയുണ്ട്. നമ്മള് ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് തന്നെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് കാണുമ്പോ തന്നെ. വരും തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ ആവണം. അതെ അതെ അല്ലേ? എന്റെ ഫാമിലി മൊത്തം ഒരുപാട് ആൾക്കാർ, എന്റെ കുടുംബം മൊത്തം ആൾക്കാർ ജിൻഡോ ചേട്ടന്റെ ഫാനാണ്. അടിപൊളി. ഇപ്പൊ ഞാനൊരു കാര്യം, ഇപ്പൊ ഞാനൊരു എപ്പിസോഡ് കണ്ടു. അപ്പൊ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വേദനിച്ചു. പിന്നെ ഞാൻ ഫുഡും പോലെ കഴിച്ചിട്ടുണ്ട്. അന്ന് ഇതിന്റെ റൂമിൽ കയറിയപ്പോ അവസാനം പറയണ്ടേ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തല്ലേ? നമ്മളവിടെ അനുഭവിച്ചാലും സത്യം പറയാൻ ഭയങ്കര ഫീൽ ചെയ്തു. നമ്മളെ ഒറ്റ കിടന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരുപാട് ആൾക്കാർ എന്റെ നാട്ടിൽ തന്നെ ഇതായാലും ഒരുപാട് ആൾക്കാർ ജിൻഡോ ചേട്ടനെ കളിയാക്കിയിട്ടുണ്ട്. ആ കളിയാക്കിയ മുന്നേ ജിൻഡോ ചേട്ടൻ ആ കൈ എടുത്ത് പൊക്കി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആ ഒരു വിജയം. നമ്മൾ കളിയാക്കിയ മുന്നിൽ ആ ഒരു വിജയം കാണിക്കുന്നത്. നമ്മൾ പല ഭാഗങ്ങളല്ലേ ചേട്ടാ ഫോളോ ചെയ്യാമേ. ടേക്വോണ്ടോ പ്ലെയർ ബിഗ് ഫാൻ. ഹായ് ഫോളോ ചേട്ടാ. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ വളരെ ബോർ. ഞാൻ ഫോളോ ചെയ്തിട്ടോ ജിൻഡോ ചേട്ടാ, ഞാൻ ഫോളോ ചെയ്തിട്ടോ.
ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗിലായിരിക്കും. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാര് ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാര് നമുക്ക് നമ്മളെ ലൈവില് ബിഗ് ബോസ് കളിച്ചാലോ? ആഡ് ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പൊ അവരൊക്കെ ആഡ് ചെയ്യാം. ലൈവില് ബിഗ് ബോസ് കളിച്ചാലോ? സമീർ ഇല്യാസ് സിനിമാറ്റോഗ്രാഫർ. ഹായ് ഹലോ ചേട്ടാ, എന്റെ മോന് വലിയ ഇഷ്ടമാണ് ചേട്ടന് വോട്ട് ചെയ്യിപ്പിക്കാം. ഹായ് ഹായ് മോന്റെ ഹായ് പേര് സഞ്ജയ്. ഹായ് സഞ്ജയ്. ഹായ് സഞ്ജയ്, ലവ് യു. ഒരു സൗണ്ട് കൊടുത്തേ, ആരെങ്കിലും സൗണ്ട് എടുത്തേ. ഞാന് അടുത്തതായിട്ട് ഒരു ചിരവ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു ചിരവ. ഈ ചിരവ നമ്മൾ വരുന്ന ശബ്ദം നോക്കാം. കൊള്ളാലോ, നിങ്ങൾ ആള് പുലിയുള്ള. ഒരുപാട് പേര് ഞാൻ വോയിസ് എടുക്കാറുണ്ട്. ഇപ്പൊ എന്താ പറയാ, മമ്മൂട്ടിയായാലും ഒരുപാട് ആൾക്കാരെ ആങ്കേഴ്സിന് അതുപോലെ ഒരുപാട് ആൾക്കാരെ സൗണ്ട് എടുക്കാറുണ്ട്. എടാ ബിഗ് ബോസിൽ പട്ടി വരയ്ക്കണം എടുക്കാവോ? ഞാൻ ഉറങ്ങാം, കുറയ്ക്കാവോ? ഞാൻ ഉറങ്ങാം, പട്ടി അതന്നെ ഉറങ്ങുമ്പോ സൗണ്ട് കണ്ടു. ഞാൻ ഉറങ്ങാം, ഞാൻ ഉറങ്ങാം. അത് കുറച്ച് ആ സൗണ്ട് നമ്മൾ കേൾപ്പിച്ചേ. ആ സൗണ്ട് ബിഗ് ബോസിലുള്ള ആ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾപ്പിച്ചത്. ഞാൻ ഉറങ്ങാം. കറക്റ്റ് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും ആ സൗണ്ട് നമുക്ക് നോക്കാം. ഞാൻ ചത്തുറങ്ങി എടുക്കാം. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല. മഞ്ജു ചേച്ചി കാണാം. ആ ചിരിയിലുണ്ടല്ലോ. ഞാൻ ഉറങ്ങില്ലട്ടാ, കണ്ണടച്ചുള്ളൂ. ജിൻഡോസ് മാസിറോ നോ ജിൻഡോസ് പീപ്പിൾസ്. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങില്ല, സമ്മതിക്കില്ല, ഞാൻ ഉറങ്ങില്ല. ഞാൻ ഉറങ്ങില്ല, സമ്മതിക്കില്ല, ഞാൻ ഉറങ്ങില്ല. അതാണ് ഉറക്കത്തെ പിടിപ്പിക്കുന്ന സൗണ്ടാണ്. അയ്യോ ജാസ്തി ഉണ്ടല്ലോ. ജിൻഡോ ചേട്ടാ ആ ഒരു എപ്പിസോഡ് കടന്നുറങ്ങിയാൽ അപ്പൊ ഒരു സൗണ്ട് ആയിരിക്കും, ഈ നായ വരയ്ക്കുന്ന സൗണ്ട്. ഞാനും ജാസ്മിനൊക്കെ ഏറ്റവും കൂടുതൽ ഉറങ്ങണ വീട്ടില്. അതെ, എന്താ നല്ല കോമ്പിനേഷൻ ഇട്ടോ, നല്ല ഗെയിം കളിച്ച് നല്ല കോമ്പിനേഷൻ. അത് പണ്ടൊക്കെ ഫസ്റ്റ് ടൈമിന് ഭയങ്കര നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറി ചെയ്യുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര അഭി ദോസ്തല്ലേ. പറഞ്ഞിട്ടുണ്ടോ മൈക്ക് ധരിക്കാൻ? എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൈക്ക് ധരിക്കാൻ പറഞ്ഞില്ല, മൈക്ക് നേരെ ധരിക്കാന്നുള്ളൂ. എനിക്ക് ധരിക്കാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കേട്ടോ. എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? ഫസ്റ്റ് എന്താ വെച്ചാല് ജാസ്മിനും ജിൻഡോ ചേട്ടന് ഭയങ്കര പൊരിഞ്ഞടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അങ്ങോട്ട് നിങ്ങളെ ടീം സെറ്റ് ആയി കഴിഞ്ഞപ്പോ പോയില്ലേ, ഇപ്പൊ ജിൻഡോ ചേട്ടന് ഭയങ്കര പോകാൻ പറ്റില്ല, വേറെ പ്രോഗ്രാം അപ്സരയുടെ ബർത്ത്ഡേക്ക്. അതാണ് സോറി അപ്സര വരാന്നതിന്. പൗർണമി എന്റെ പേര് പറയാൻ ഞാൻ വന്നപ്പോ പറയാ. പൗർണമി, ഹായ് പൗർണമി. ഓട്ടൊക്കെ ചെയ്തിന്. ജിൻഡോ ചേട്ടാ ഋഷിനെ കുറിച്ച് ജിൻഡോ ചേട്ടാ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങള്? അവിടെ കേറിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങള്? കുത്തിയാണ്ട് കേറി, 2 കൈ കൊണ്ട് നിവൃത്തി പിടിച്ചു. ജിൻഡോ ജാസ്മിൻ കോംബോ സൂപ്പർ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. വിഘ്നേഷ് ഞാൻ പോവാൻ എന്നെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. വിഘ്നേഷ് നീ പോലടാ ചക്കര, ലവ് യുടാ. ഞാൻ എത്ര ചോദിക്കാൻ പറ്റും ജിൻഡോ ചേട്ടെ ഇപ്പൊ ബിഗ് ബോസ് കയറിയപ്പോൾ അതിന്റെ ദേഷ്യം എങ്ങനെ അടക്കി വെച്ചെന്ന് അങ്ങനെ ചോദ്യം. അതെന്താണെന്നറിയോ, ഓരോരുത്തർ പറയുമ്പോൾ നമ്മള് ദേഷ്യം പിടിക്കില്ല, അങ്ങനെ ഇതാക്കിയെന്നും പറയുന്നത്. എന്താ സംഭവം എന്നറിയോ, പട്ടി കടിക്കാൻ പറഞ്ഞ നമ്മൾ നിക്കോ? ഇല്ല ഓടൂലേ? കണ്ട പോയി വായിപ്പിക്കുന്നു. തിരിച്ചു കടിക്കാൻ പോവോ നമ്മള്? പട്ടിനെ തിരിച്ചടിക്കാൻ പോവോ? നമ്മൾ ഓടും. നമ്മള് ഓടാണ് അവിടെ കിടന്ന്. ബിഗ് ബോസിൽ അത്ര സ്ഥലം ഉണ്ടല്ലോ, ഓടി രക്ഷപ്പെടാലോ. ഞാൻ പോവാം. അലൻ ബോലയുടെ ചക്കര, ലവ് യുടാ. ഹായ് 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 ഹായ്. ഒരു പാട്ട് പാടാൻ വന്നോ? ഞാനൊരു 2 കൂടി വോയിസിൽ പാട്ടിടാം. എനിക്ക് കറക്റ്റ് പാട്ടറിയില്ല, എന്റെ ഒരു രീതിയിൽ ഒരു സാധാരണ നമ്മൾ ഈ പാടുന്ന ആളും ഒരു ലേഡിയും കൂടി ഒരുമിച്ചുള്ള ഒരു പാട്ട്.
മിക്സഡ് ആയിട്ടുള്ള കോമ്പോ വെച്ചിട്ട്. ഒന്ന് പാടി കണ്ടേ. കസവിന്റെ വട്ടമിട്ട് കനവിന്റെ തട്ടമിട്ട് പൂന്താലിപ്പുഴയൊരു അമ്പത്തി പൂന്താലിപ്പുഴയൊരു അമ്പത്തി ഓ പൂന്താലിപ്പുഴയൊരു അമ്പത്തി അവരുടെ അക്കം പക്കം മറന്നരപ്പന കൂടി കൂടി വളർത്തി വയലിന്റെ ഹായ് 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 ബ്രോബിനു. മാരേജോ അവള് വന്നിട്ടുണ്ടോടാ? വരണ്ടേ? സെപ്റ്റംബറിൽ വരുന്നു. ഫുൾ ഓർഡർ ചെയ്ത് ഫോട്ടോ എടുക്കും. ഹായ് താങ്ക് യു. അപ്പൊ നമ്മൾ ഇറങ്ങാണ് ഗൈസ്. നമുക്ക് മേക്കപ്പ് ഇടണം, നമുക്ക് ഡ്രസ് ഇടണം. എന്താ പരിപാടി ചേട്ടാ? ഇനി എന്താ പരിപാടി? ഗല്ല ഗോഡിയാടെ വെച്ചിട്ട് ഓയേ അസുമാർഗേ നീ ഓയേ ഓയേ ബൈ ലവ് യു. എന്താ ചേട്ടാ ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? പ്രോഗ്രാം ഉണ്ട്. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യട്ടോ. ഇല്ല ചേട്ടൻ എല്ലാ കാര്യത്തിലും ഇനി അങ്ങോട്ടില്ല ഇങ്ങോട്ടിട്ട എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു. ഋഷി നമ്മുടെ ചങ്കടാ, നമ്മുടെ അനീനവൻ. ഋഷിനെ കണ്ടിരുന്നു. ഹായ് ഹായ് ആണോ? കണ്ടിരുന്നു ഋഷി ചേട്ടെ. ഞാനൊരു ഉപ്പുമുളകിലും അരി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ആ നിങ്ങളാള് പുലിയാണല്ലേ? അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. എന്താ വെച്ചാൽ ആള് ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഭയങ്കര സ്നേഹമുള്ളതാണ്. എല്ലാവർക്കും ലവ് യു. പോട്ടാ, വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബൈ.